ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ എനിക്ക് തോന്നി ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്താലോ ബേബീസിൻ്റെ. അങ്ങനെ ഞാൻ അത് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. അങ്ങനെ ഫുള്ള് കിട്ടുന്നൊന്നും എനിക്ക് പ്രതീക്ഷയില്ല, ഹാഫെങ്കിൽ ഹാഫ് അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ എടുക്കാൻ തുടങ്ങിയത്. അങ്ങനെ അതാ എണീറ്റിട്ടുണ്ട്. നമ്മുടെ യുവമോൾ എണീറ്റിട്ടുണ്ട്. യുവമോളെ കുറച്ച് നേരം എണീറ്റിട്ട് പിന്നെ അതാ മോനിതാ അങ്ങനെ എണീക്കണോ വേണ്ടേ എന്നുള്ള കൺഫ്യൂഷനിലാണ്. എന്നാലും അവൻ എണീക്കും. അങ്ങനെയൊന്നും ഉറങ്ങൂല എണീറ്റ് കഴിഞ്ഞാല്. അങ്ങനെ തിരിഞ്ഞ് കളിക്കാണ്. ആ ഉറക്കത്തിന്റെ ഒരു മന്ദപ്പില്ലേ, അത് മാറി കിട്ടുന്നവരെ അതങ്ങനെ കളിക്കാണ്. അങ്ങനെ ഞാന് രണ്ടാളും ഒരുമിച്ച് എണീറ്റിട്ട് എടുക്കാന്ന് വിചാരിച്ചു. മോളെ എടുത്താല് താഴത്ത് പോകേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ അവളെ കിടത്തിയതാണ്. അങ്ങനെ രണ്ടാളും എണീറ്റ് താഴെ വന്ന് ഞാൻ ചായക്കൊക്കെ വെച്ചു. ചായ ആറാനൊക്കെ വെച്ചു. പെട്ടെന്ന് കിട്ടണം ചായ. അതുകൊണ്ട് പിന്നെ ഞാൻ വേഗം ആറട്ടെ എന്ന് വിചാരിച്ച് പ്ലേറ്റിലൊക്കെ ആക്കി ആറാൻ വെച്ചതാണ്. അങ്ങനെ മോന് ഞാൻ ചായ കൊടുത്തു. ഈ മോൾക്ക് ചായ ഒന്നും വേണ്ട കേട്ടോ. അവനെന്താ ഞാൻ കൊടുക്കുന്നത് അതുപോലെ എനിക്ക് കിട്ടണം എന്നുള്ള ചിന്ത മാത്രമാണ്. പക്ഷെ അവൾ കുടിക്കുന്നൊന്നുമില്ല, ചായ കുടിക്കുന്നൊന്നുമില്ല. അപ്പം ഞാൻ കയ്യിൽ ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് അവിടെ ഇരുത്തി. അങ്ങനെ മോനെയായിട്ട് ഞാൻ അങ്ങോട്ട് പോയി. അങ്ങനെ അവന് ഉപ്പൻ്റെ അടുത്തേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. അങ്ങനെ ഉപ്പൻ്റെ അടുത്തേക്ക് ആക്കി. അവന് അവിടെ ലിവിങ്ങിൽ കളിച്ചുകൊണ്ടിരിക്കും ഉപ്പൻ്റെ അടുത്ത്. അങ്ങനെ ഞാൻ മോള് പുറത്തിറങ്ങിയപ്പോൾ മോളൊന്ന് പുറത്തൊക്കെ ഇറക്കി. പിന്നെ അകത്തേക്ക് തന്നെ കയറ്റി. ക്ലീനിങ് ഒക്കെ ആയിരുന്നു ഉമ്മ അവിടെ റൂമിൽ. അപ്പോൾ അവിടെ പോയി ഇരുന്ന് അവിടുന്ന് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും ഞാൻ കഞ്ഞി ഉണ്ടാക്കിയിരുന്നു. ചപ്പാത്തി ആയിരുന്നു വീട്ടിൽ. അപ്പം ചപ്പാത്തി മക്കൾ കഴിക്കൂല. അങ്ങനെ അതുകൊണ്ട് ഞാൻ കഞ്ഞി വെച്ചു. കഞ്ഞി വെച്ച് കൊടുത്തു. അവര് ഫുഡ് കഴിക്കുന്നതൊക്കെ കണക്കാട്ടോ. രാവിലെ ആയാലും ഉച്ചക്കായാലും ചില ടൈം മാത്രം തോന്നിയാൽ കഴിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ കഴിക്കാത്ത ടൈമിൽ പച്ച നേന്ത്രപ്പഴം ഉണ്ടല്ലോ, നേന്ത്രപ്പഴവും അല്ലെങ്കിൽ കഞ്ഞിയോ. പിന്നെ മോന് ഇഷ്ടമുള്ളത് സേമിയ പായസമാണ്. അപ്പോൾ ചില ടൈമിൽ അതുണ്ടാക്കി കൊടുക്കും. അല്ലെങ്കിൽ നെയ്ച്ചോറ് എന്ന് പറയും, അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കി കൊടുക്കും. ഇത് രണ്ട് മൂന്നാല് സാധനങ്ങളാണ് ഫേവറേറ്റ്. അങ്ങനെ അതുകൊണ്ട് അങ്ങനെ മാറി മാറി അങ്ങനെ എന്തെങ്കിലും കഴിക്കാത്ത ടൈമിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കും. കഴിക്കെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് തന്നെ കഴിക്കും. അങ്ങനെയൊക്കെയാണ് ഫുഡിൻ്റെ കാര്യം. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് കളിയൊക്കെ കഴിഞ്ഞേരം എൻ്റെ ഉപ്പ വന്നപ്പോൾ മോനെ ഉപ്പ കൊണ്ടുപോയിട്ടോ. അങ്ങനെ മോൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ പകുതി വെച്ച് തിന്ന്. അങ്ങനെ ഇനി മോള് മാത്രമേ ഉള്ളൂ കയ്യിൽ. അങ്ങനെ ഞാൻ അവളെ കുളിപ്പിച്ച് അവളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. സോപ്പിട്ടാണ് ഒരുക്കുന്നത്. അതൊന്നും അവൾ സമ്മതിക്കില്ല. എന്നാലും ഞാൻ എന്നെക്കൊണ്ട് കഴിയും പോലെ ഞാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിങ്ങനെ ഉടുപ്പൊക്കെ ഇട്ട് പൗഡറൊക്കെ ഇട്ട് കണ്ണെഴുതുന്നതാണ് ടാസ്ക്. കണ്ണെഴുതാൻ സമ്മതിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ റെഡിയാക്കി കെട്ടി ഫുൾ സോപ്പിംഗ് ആട്ടോ. എന്തൊക്കെയോ കൊടുത്ത് സോപ്പിങ്ങാ. അല്ലാണ്ട് ഒന്നും സമ്മതിക്കില്ല, ഫുൾ കരച്ചില്ല. അങ്ങനെ ഞാൻ ചോറ് കൊടുത്തപ്പോൾ ചോറ് വേണ്ട. അങ്ങനെ ഞാൻ കഞ്ഞി കൊടുത്തു നോക്കി. കഞ്ഞി കൊടുത്തപ്പോൾ അത് കുടിക്കുന്നുണ്ട് ട്ടോ. അപ്പം ഞാൻ എന്തെങ്കിലും എത്തിയാൽ മതിയല്ലോ വയറ്റിൽ വിശപ്പിന്. അപ്പം അതുകൊണ്ട് ഇഷ്ടമുള്ള കഴിച്ചോട്ടെ വിചാരിച്ചിട്ട് കഞ്ഞി കൊടുത്തു ഒരു ഗ്ലാസ്സിലെടുത്തിട്ട്. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് കൊടുക്കാൻ മടിച്ചിട്ട് ഞാൻ കൈ കൊണ്ട് പിടിച്ച് ഹെൽപ്പൊക്കെ ചെയ്തു. അവന്മാർ എന്നെ തട്ടി മാറ്റി. എനിക്ക് സ്വന്തം കുടിച്ചാൽ മതി എന്നുള്ള മട്ടിലാണ് ആള്. അങ്ങനെ ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലും കുടിക്കട്ടെ, എങ്ങനെയെങ്കിലും വയറ്റിലെത്തിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ അവൾ കുടിച്ച് കുറച്ച് കഴിഞ്ഞ് ആളിതാ ഉറങ്ങി. അംഗം വെട്ടൊക്കെ കഴിഞ്ഞ് ഉറങ്ങി. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് പെട്ടെന്ന് എണീക്കും കേട്ടോ. അപ്പോഴേക്കും എൻ്റെ ജോലിയൊക്കെ തീർത്ത് ഞാൻ കുളിച്ച് കയറിയപ്പോൾ ഇതാ എണീറ്റ് കഴിഞ്ഞു. ഉറക്കമൊക്കെ കഴിഞ്ഞു. പിന്നെ ആകെ ഒരു ഉറക്കേ ഉള്ളൂ ഡെയിലി. പിന്നെ രാത്രി മാത്രമേ ഉറങ്ങുള്ളൂ. അങ്ങനെ ആ ഉറക്കമൊക്കെ കഴിഞ്ഞതാ ആള് ഒന്നും ഉഷാറായിട്ടില്ല. അങ്ങനെ ഉഷാറായി വരുന്നേ ഉള്ളൂ. അങ്ങനെ അത് ചീച്ചിലും കാര്യങ്ങളൊക്കെയാണ്. അതൊന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞാൽ ഞാനൊരു ചായയൊക്കെ കൊടുത്തു. ചായയും ബിസ്ക്കറ്റൊക്കെ കൊടുത്തു. അതൊക്കെ കഴിച്ചു. പിന്നെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇക്കാക്കില്ലാത്തൊരു ടെൻഷനൊക്കെ ഉണ്ട്. എന്നാലും ഞങ്ങളൊക്കെ കൂടെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇത്രയൊക്കെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി അടുത്ത വീഡിയോ വരെ അതുവരെ നമുക്ക് കാണാം. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.